വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണമെന്ന് സർവകലാശാലകൾക്ക് ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അന്ത്യശാസനം. 3-അംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധി ആവശ്യപ്പെട്ട് 8 സർവകലാശാലകൾക്ക് ഗവർണർ വീണ്ടും കത്ത് നൽകി. സുപ്രീംകോടതി വിധി പ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് കത്തിൽ പറയുന്നു. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള 3-അംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ ആവശ്യപ്പെട്ട് ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പലതവണ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സർവകലാശാല ഭരണസമിതികൾ വഴങ്ങിയില്ല. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും കത്ത് നൽകിയത്. എന്നാൽ ഇത്തവണ നിലപാട് കടുപ്പിച്ചു. 1 മാസത്തിനകം യോഗം വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്നും നടപടികൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം. ചാൻസലർ, UGC, സർവകലാശാല പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന 3-അംഗ സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റിൽ നിന്നാണ് ചാൻസലർ VCയെ നിയമിക്കുക. കേരള, MG, കുസാറ്റ്, കണ്ണൂർ, മലയാളം, KTU, അഗ്രികൾച്ചർ, ഫിഷറീസ് VCമാരാണ് കത്തയച്ചിരിക്കുന്നത്. അതേസമയം ഗവർണറുടെ നിർദ്ദേശം നടപ്പാക്കാൻ കേരള സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ നടപടികൾ ആരംഭിച്ചു. ഈ മാസം 16-ന് സെനറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകി. സെനറ്റ് യോഗം ചേർന്നാണ് സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കേണ്ടത്. അതേസമയം UGC ചട്ടം ലംഘിച്ച് നിയമനം നടന്നുവെന്നാരോപിക്കപ്പെടുന്ന കാലിക്കറ്റ്, സംസ്കൃതം, ഡിജിറ്റൽ, ഓപ്പൺ യൂണിവേഴ്സിറ്റി VCമാരുടെ ഹിയറിംഗ് നടത്താനും ഗവർണർ തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.